ഈ പീതാംബരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഈ ഒരുത്തന്റെ അധ്വാനം കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ ബസ്. ബസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതോ വെറും 6 ഓട്ട്. അതിൽ 5 ഓട്ടും അസാധുവാ. നിന്റെ വീട്ടിലൊരു അസാധിരിപ്പുണ്ടല്ലോ, അയാളോട് പറയണം. എനിക്ക് വോട്ട് ചെയ്യാത്ത ഒരൊറ്റ നായിന്റെ മോന്മാരും ഈ ബസ്സേ കയറി ഞെളിഞ്ഞിരിക്കാമെന്ന് നോക്കണ്ട. രാവിലെ തന്നെ കിട്ടി. KSRTC അപ്പന്റെ വകയാണ്. പുതുതായി വന്ന കണ്ടക്ടർ നാരമോനോടും പറഞ്ഞേക്ക് കളി പീതാംബരനോട് വേണ്ടെന്ന്. ഓ അല്ല, രണ്ടാളും കൂടി ഇതെങ്ങോട്ടാ? ദേ ഇങ്ങോട്ട് കയറിക്കോ. നമ്മുടെ വണ്ടിയിൽ തോണ്ടലും തലോടലും ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്ന് പോടാ, കാലത്ത് തന്നെ ഇറങ്ങിക്കോളൂ. ഇവന് വേറെ പണിയൊന്നുമില്ല. ടൗണിലേക്കാണെങ്കിൽ താനീ വണ്ടി കയറിക്കോ. ആ പാട്ട വണ്ടി എത്ര മുമ്പ് എത്തും? എനിക്ക് സെമിത്തേരിയിലേക്കല്ല പോണ്ടത്, ടൗണിലേക്കാ. താനൊന്ന് പോണതൊന്ന് കാണണല്ലോ. ഏത് വണ്ടി കയറണം ഞാൻ തീരുമാനിച്ചോളാം. എന്നെ വിട് സഭാഷ്യ. അവൻ രാവിലെ തന്നെ തുടങ്ങി വെച്ചു കേട്ടാ. ഇവൻ എന്തായി കാണിക്കണേ? അങ്ങോട്ടൊന്നും പോണ്ട നീ. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ 4 മാസം തൂക്കമാട്ടെ. പാട്ട് കേട്ടില്ലേ നീ? എന്നാലും അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഒന്ന് പിടിച്ചേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നീ ആരെ? ദൈവത്തിനെ, അല്ലാണ്ട് ആരെയാണ്? സുഖട്ടെന്ന് എന്തെങ്കിലും ഇവിടെ നടക്കും. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്തിനാ വെറുതെ ഒരു കശപിശ? അയ്യേ, ഇതിനാണ് മുമ്പ് ബാഗ് നിന്ന് പോയത്. നമ്മളൊക്കെ വണ്ടിക്കാരല്ലേ, ഈ പാവത്തിന് അങ്ങോട്ട് വിട്ടു. ഇയാൾ ഈ വണ്ടി കയറണ്ട. വീട്ടിൽ സഭാസ്റ്റ ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പന്റെ പ്രായമുള്ള ആളല്ലേ. ഒന്നെണീറ്റ് പോടാ. രാവിലെ തുടങ്ങിയല്ലോ. എന്താടോ സഭാഷ്യ, കാലത്തെ തന്നെ ഒരു കശപിച്ച. എല്ലാരും പിരിഞ്ഞു പോണം. എന്നാ നമുക്ക് പുറപ്പെടല്ലേ? താൻ വണ്ടി എടുക്കടോ. പുതിയ ആളാണല്ലേ? അതെ. ആ ടിക്കറ്റ് നീ ആരെടുക്കാനുള്ള? ഈ ടിക്കറ്റ് സൂക്ഷിച്ചു രവിചേട്ടാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ പോണത് പോലെ തന്നെ തിരികെയും വന്ന സ്തുതിയായിരിക്കട്ടെ. എന്താ പോവല്ലേ? അയ്യോ പോവല്ലേ, കല്യാണി എത്തിയിട്ടില്ല. എടി കല്യാണിയെ, ഒന്ന് വേഗം വാ. ദാ വരുന്നു. ഞാൻ എത്തിട്ടോ. പെട്ടെന്ന് ബസ് എടുത്തു. നീ എന്താ വീട് കളിക്കാൻ? പെട്ടെന്ന് ബസ് എടുത്തതിന്റെ അത് ടിക്കറ്റ്. ബാക്കി എത്രയാ? 1 രൂപ. 1 രൂപയോ? 1 രൂപയൊന്നും ഇപ്പൊ പിച്ചക്കാർക്ക് കൂടി വേണ്ട. അപ്പഴാ തനിക്ക് വേണ്ടായിരിക്കും. ഇത് കണ്ടക്ടർമാരുടെ സ്ഥിര ഏർപ്പാടാ. ചോദിക്കാൻ മറന്ന ആ കാശെടുത്ത് പോക്കറ്റിലിടാലോ. പിന്നെ 1 രൂപ കൊണ്ട് ബംഗ്ലാവും കാറും വാങ്ങി ബാക്കി പൈസ ബാങ്കിൽ ഇടാലോ. അതെ, തന്റെ കിന്നാരം കെട്ടുകൊടുക്കാൻ എനിക്ക് നേരമില്ല. ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ. ഐ, താൻ ചൂടാവതറോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ. താൻ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നോ, ഞാൻ പോവാ. നീ കളിക്കാണ്? അല്ല, ഞാൻ ചില്ലറ തപ്പി. അധികം തപ്പണ്ട, നീ ഗവിയിലെ കുട്ടിയാണ്. നാട്ടുകാർ തപ്പും. അയ്യേ, മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല ചക്കൻ, തപ്പി കളിക്കാണ്. ഹലോ, അമ്മേ. നീ എന്താ ഇന്നലെ വിളിക്കാഞ്ഞേ? ഓ, അവിടെ മൊബൈലിനൊന്നും റേഞ്ച് ഇല്ല. പിന്നെ ഫോൺ വിളിക്കാന്ന് വെച്ചാ വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം. അവിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. താമസവും ഭക്ഷണമൊക്കെ എങ്ങനെയാ? പരമസുഖമല്ലേ. താമസിക്കാൻ KSRTC ക്വാർട്ടേഴ്സ്, ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ ആൾക്കാർ വേറെ. നമ്മൾ ചുമ്മാ കൈ കഴുകി ചെന്നിരുന്ന് തിന്നു കൊടുത്താൽ മാത്രം മതി. ആ പിന്നെ അമ്മയ്ക്ക് സുഖമല്ലേ?
ആന്റപ്പൻ അവിടെ വന്ന് കിടന്നിരുന്നോ? അതൊന്നോർത്ത് മോൻ വിഷമിക്കണ്ട. ദൈവം സഹായിച്ച് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ആന്റിപ്പം എന്താ ഇപ്പൊ ഇറങ്ങിയുള്ളൂ. രവി, നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഹലോ, നീ കേൾക്കണില്ലേ? കുറച്ചു മുമ്പ് അമ്മാവൻ വന്നിരുന്നു. ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് നിന്റെ കല്യാണം നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് മതിയെന്ന്. എന്താ നീ ഒന്നും മിണ്ടാത്തെ? വരട്ടെ. അമ്മയ്ക്ക് പറ്റിയ ഒരാളെ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് വിളിക്കാം. വിളിക്കണം നീ. ശരി. മറക്കോ? ഇല്ലമ്മേ. അപ്പൊ ഞാൻ വെക്കാം. ശരി. ഹലോ. എക്സ്ക്യൂസ് മീ, നോക്കട്ടെ. എത്ര വിശാലമായ ഓഫീസ്. നല്ല തിരക്കുണ്ട്. ഈ ഓഫീസ് മാത്രമേ ഉള്ളൂ അതോ ഇതുപോലെ വേറെയും ഓഫീസുകളുണ്ടോ ഓഫീസറെ? എന്താ സാറേ, എന്താ കല്യാണി പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഞങ്ങൾ ഈ ലൈഫിന്റെ പ്ലാനുകളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഈ ലൈഫ് ടൈം പ്ലാനെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അല്ല കുട്ടി, ഈ ലൈഫ് ടൈം പ്ലാനെ ജീവിതകാലം മുഴുവൻ വാലിഡിറ്റി ഉണ്ടാവും. അതൊക്കെ ഇതില് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ല, എന്നാലും ഒരു ഉറപ്പ് കിട്ടിയാൽ നമുക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാലോ. എന്തായാലും പണി നടക്കട്ടെ. നമ്മളൊരു ശല്യം ആവണില്ലേ? 1 രൂപ. അപ്പൊ പോട്ടെ ആഫീസറെ. അടിവാരം അടിവാരം. പതുക്കെ സൂക്ഷിച്ച്. Excuse me. Hi, Sapu. Yes. Is this the bus to Gavi? This bus is Gavi. Gavi Patranthita അതെ, daily എന്റെ going പൊന്നു മക്കച്ച, Gavi. ഞാൻ പറഞ്ഞോളാം. ഒന്ന് മാറിക്ക മാഷേ. യെസ്, ദിസ് ബസ് ഗോയിങ് ഗവി. Right. Oh, come get in. ഒന്ന് വേഗം ഔട്ടറോ. Come come, on, come. come. Watch Welcome to ഒന്ന് മാറി Kerala. ചേട്ടാ, ഒന്ന് മാറി ചേട്ടാ. എന്താ ഇങ്ങനെ? Allan. Thank you. Sit down. Sit down. It is our seat. Yes, tickets please. To Gavi, please. 35 plus 35, 70 rupees. Yeah. Yeah. Do you know Yes, anything thank about this resort? This resort is summer. മാഷെ ടിക്കറ്റ് കൊടുക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം. ഏ? ആ ചെല്ലു മാഷെ. ഹായ്, ഐ എം കല്യാണി. ഐ എം എ ഗവി ഗേൾ. Hello. Nice to meet you. Saipu, Yeah. I am Bakachan, Gavi boy, 40 years. ദിസ് റിസോർട്ട് വെരി എക്സ്പെൻസീവ്. Oh, expensive. യെസ്, 10,000 rupees daily. 10,000. What cuts nona? You come my home. Good homestay. 4,000 rupees only. Is it? Homely food, dance, music, everything. Really? Yes, yes. Oh, what's going on? എന്താണ്ടപ്പ പൊട്ടാത്തെന്ന് വിചാരിച്ചുള്ളൂ. 100 ആയുസാണ്. എന്തേ? അഞ്ചറാണ്. പഞ്ചറാണ്. ഈശ്വര, ഇനിയിപ്പോ എന്തോട്ടാ ചെയ്യാ? എന്തിനാ ചെയ്യാം? ഇന്ന് തബല കൊട്ടാണ്ട് പോയി ജാക്കി എടുക്കാൻ നോക്ക്. ജാക്കി എടുക്കാൻ നോക്ക്. അല്ല, ഈ കണ്ടക്ടറെക്കാൾ വലിപ്പം ഡ്രൈവർക്കാണല്ലോ. സംഭവം ശരിയാണ്. ചില സമയത്ത് വലിപ്പം കുറച്ച് കുറയും. പോയി ജാക്കി എടുക്കാൻ നോക്ക്. എന്താണ് നോക്കണം? മാറിയിക്കടോ. ഇനി എപ്പ Hey, എത്താനാണ്? Kalani, what's happened? ബസ് പഞ്ചർ. ഇന്നാ സാഗർ വക്കച്ചൻ ജാക്കി. കല്യാണി. സാറ് സമയം എടുക്കോ? Come on, let's go out. ഇതിപ്പോ Okay. എങ്ങനെയാ? അത് അവിടെ വെച്ചിട്ട് വീലഴിക്കാൻ സ്പാൻ എടുക്കുന്നേ. ഇതൊക്കെ പറയണേ ഞാൻ. ഇനി അത് ഞാൻ തന്നെ എടുക്കണോ? പിന്നെ ഞാൻ എടുക്കണോ? ഇല്ല, ഞാൻ എടുക്കാം. എന്നാ പിന്നെ ഞാൻ എടുത്താലോ? ഉണ്ടായിരിക്കുന്നേ. എന്തൊരു ശല്യാണ് ശബ്ദത്തിനെ കൊണ്ട്. Oh, this is lovely. Such a beautiful Gunda. place. Amazing. ഗുണ്ടിന്റെ തീ. Ah, watch the stream. Never seen such a place before. Hey! What's he doing, you idiot? എന്തൊരു കനാണത്. വലിപ്പം കുറച്ച് കുറഞ്ഞാലും പോയില്ല. കണ്ടക്ടറായ മതി. തള്ളു നീ. ഒന്ന് വേഗം പൂർക്കടാ.
എല്ലാ നട്ടും മുറുക്കണം. ഗവി ഇവിടെ അടുത്തല്ലേ? മേടിക്ക് നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? ആ, ഇനി ബാക്കി നീ തന്നെ ചെയ്. ഞാനോ? ഒന്ന് കൈവച്ചൂടെ? കൈ വെക്ക് ഞാൻ. ഓക്കേ, ഞാൻ തന്നെ ചെയ്തോളാം. ഓടാ. ഇനി 2 ദിവസം ഈ സായിപ്പന്മാരെ വെക്കണല്ലോ എന്റെ ഭാഗ്യം. ആഫീസറേ, ആഫീസറേ. ബസ്സിന് എന്തെങ്കിലും പറ്റുമോ ആവോ? അയ്യോ. പോസ്റ്റ് മാസ്റ്റർ കണ്ടിട്ട് 2 ദിവസമായല്ലോ. പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എല്ലാവർക്കും പണി തിരക്കാം. ആ മാഷേ, ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്താണാവോ? നാളെ ഞാൻ ലീവാ. ഒന്ന് തിരുവനന്തപുരം വരെ പോണം. താക്കോല്. ശരി. ഭാർഗവ, ആ ഭദ്രൻ ഇങ്ങോട്ടെങ്ങാനും വന്നോ? ഉച്ചക്ക് ഇതിലെ ധൃതി പോണ കണ്ടു. ആ പഹയന ഡാമിന്റെ അവിടെ എങ്ങാനും ഉണ്ടാവുന്നു. അവൻ അവിടെയൊന്നുമില്ല. അന്ന് എവിടെയെങ്കിലും കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കണ്ടാവും. ചാരതിക്ക് കഷായം ഉണ്ടാക്കാൻ കുറച്ച് ആടലോടവും കുറുന്തോട്ടിയും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതാ. എവിടെയാണാവോ? എന്നെ കണ്ടില്ല. അവന്റെ കാര്യം പറയാതിരിക്കാ വേദം. ഒരാവശ്യം വരുമ്പോൾ മഷീട്ട് നോക്കിയാ കാണത്ത്. അല്ലെങ്കിൽ ഇവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടാവും. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കാവും പരിസരവും ആകെ കാട് പിടിച്ച് കിടക്കുക. മാഷ് ഭദ്രനോട് ആ കാടൊക്കെ ഒന്ന് വെട്ടി തെളിക്കാൻ പറയണം. മാഷ് പറഞ്ഞാലേ അവൻ കേക്കൂ. അതിന് അവനെ ഒന്ന് കണ്ടു കിട്ടിയിട്ട് വേണ്ടേ വിളിച്ചപ്പാടെ. ഇക്കുറി ഉത്സവത്തിന് ദേവം വരുമോ മാഷേ? വരാതിരിക്കില്ല. ഇത്തവണത്തെ ഉത്സവത്തിന് അവൻ വരുമെന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അവന്റെ കത്തുണ്ടായിരുന്നു. ഇത്തവണ കാണോ? സമയം കുറയായല്ലോ, ബസ് കാണുന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. അത് വല്ല കൊക്കയിലോട്ടും പോയി കാണും. ഡാ, ആടലോടവും കുറുന്തോട്ടിയും വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് പുഴമീനും നല്ല കൊടംപുളിയിട്ട് വറ്റിച്ച് വെച്ച് ആമർച്ച് മാറിക്കും. ഭദ്ര അറിഞ്ഞില്ലേ? ദേവൻ ഉത്സവത്തിന് വരുന്നുണ്ടെന്ന്. ഓ, കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടല്ലോ മാഷെ. ഭദ്ര, നീ ആ കാവും പരിസരവും ഒക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം. ഉത്സവ വരുന്നത്. ആ, ബസ് വന്നല്ലോ.